കുഞ്ചിറയിലെ നാട്ടുകാർക്ക് എല്ലാവർക്കും കർത്താവായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. നമ്മുടെ രാജ്യം 77ാമത്തെ സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുമ്പോൾ, കൊണ്ടാടുമ്പോൾ നമ്മൾ യഥാർത്ഥ സ്വാതന്ത്ര്യത്തിലേക്ക് വന്നോ എന്ന് നമ്മെ തന്നെ ഒന്ന് ശോധന ചെയ്യേണ്ടത്, നാം ഒന്ന് ചിന്തിക്കേണ്ടത് ആവശ്യമായിരിക്കുന്നു. നമ്മുടെ മാതൃരാജ്യത്തിന്റെ സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ അവസരത്തിൽ കർത്താവിന്റെ വചനവുമായി നല്ലവരായ നാട്ടുകാരോട് ഈ സന്ദേശം അറിയിക്കുവാൻ, സാക്ഷാൽ സ്വാതന്ത്ര്യം അത് യേശു ക്രിസ്തുവിലൂടെ മാത്രമേ ലഭ്യമാകൂ എന്ന് വിളിച്ചോതുവാൻ തക്കവണ്ണം സ്വർഗത്തിലെ ദൈവം കൃപ ചെയ്ത വിശ്വസ്തതയ്ക്കായി സർവശക്തനായ ദൈവത്തിന് നന്ദി പറയുന്നു. ബൈബിൾ പറയുന്നു, പുത്രനായ യേശു ക്രിസ്തു സാക്ഷാൽ സ്വാതന്ത്ര്യം വരുത്തിയാൽ നമ്മൾ സ്വാതന്ത്ര്യമുള്ളവരായി തീരും. നാം പറയാറുണ്ട്, നാം എല്ലാത്തിലും സ്വാതന്ത്ര്യം നേടിയിട്ടുണ്ട് എന്ന് പറയാറുണ്ട്. പക്ഷേ നാം നമ്മെ തന്നെ ഒന്ന് തിരിഞ്ഞു നോക്കേണ്ടത് ആവശ്യമാണ്. യേശു ക്രിസ്തു 2000-ൽ പരം വർഷങ്ങൾക്ക് മുൻപ് മാനവജാതിയുടെ പാപ പരിഹാരത്തിനായി കാൽവരിയിൽ യാഗമായി തീർന്നു. സാക്ഷാൽ സ്വാതന്ത്ര്യം ക്രിസ്തുവിലൂടെ നമുക്ക് ലഭ്യമാകുന്നു. നാം പറയാറുണ്ട്, നാം ആരും പാപികളല്ല എന്ന് പറയാറുണ്ട്. പക്ഷേ വേദപുസ്തകം നമ്മെ പഠിപ്പിക്കുന്നത് നമ്മൾ ഓരോരുത്തരും പാപികളാണ്, പാപത്തിൽ ജനിച്ചു എന്നാണ് വചനം പഠിപ്പിക്കുന്നത്. നാം പറയാറുള്ളത്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഒരു ഉറുമ്പിനെ പോലും നോവിച്ചില്ല എന്ന് പറയാറുണ്ട്. പക്ഷേ ദൈവമക്കളായ നമ്മൾ ഓരോരുത്തരും ദൈവവചനം നമ്മെ പഠിപ്പിച്ചത് മനുഷ്യർ പാപികളാണ്. ആ പാപ പരിഹാരത്തിനായി യേശു ക്രിസ്തു അവസാന തുള്ളി ചോര വരെയും ഊറ്റിത്തന്നു. ഈ സ്വാതന്ത്ര്യത്തിലേക്ക് ഇന്ന് നമ്മൾ സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുമ്പോൾ ഈ സ്വാതന്ത്ര്യത്തിലേക്ക് ഓരോ നല്ലവരായ നാട്ടുകാരെയും ആഹ്വാനം ചെയ്യുന്നു. മോക്ഷത്തെ തേടി അല്ലെങ്കിൽ ഒരു സ്വാതന്ത്ര്യം ലഭ്യമാകുവാൻ നമ്മൾ ഒരിടത്തും അലയേണ്ട ആവശ്യമില്ല. നമ്മൾ ആയിരിക്കുന്ന ഇടങ്ങളിൽ തന്നെ ദൈവമേ, യേശുവേ, എന്നെ രക്ഷിക്കണമേ, എന്നെ സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്തണമേ എന്ന് പറഞ്ഞാൽ നിശ്ചയമായും ഈ ദൈവം സ്വാതന്ത്ര്യത്തിലേക്ക് വരുത്തുക തന്നെ ചെയ്യും. ദൈവത്തിന്റെ വചനം പഠിപ്പിക്കുന്നത് ലോക സംഭവങ്ങൾ കർത്താവിന്റെ വരവ് ഏറ്റവും ആഗതമായി എന്ന് വിളിച്ചോതുകയാണ്. ഈ ജീവിതത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്. ഈ മനുഷ്യ ജീവിതത്തിൽ നമുക്ക് നൽകിയിരിക്കുന്ന അവസരം യേശു ക്രിസ്തുവിനായി ജീവിതം സമർപ്പിച്ചാൽ നമ്മുടെ അവസ്ഥയ്ക്ക് ഭേദം വരും. യേശു കർത്താവിനെ സ്വന്തം ജീവിതത്തിലേക്ക് സ്വീകരിച്ചാൽ യേശു കർത്താവിലുള്ള മാറ്റം അനുഭവിപ്പാൻ കഴിയും. മതം മാറ്റുകയല്ല ഞങ്ങളുടെ ലക്ഷ്യം, യേശു ക്രിസ്തുവിനെ മറ്റുള്ളവരിലേക്ക് പകരുക എന്നതാണ് ഞങ്ങളുടെ ഓരോരുത്തരുടെയും ദൗത്യം. യേശു ക്രിസ്തു നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം അത് നിലനിൽക്കുന്ന സ്വാതന്ത്ര്യമാണ്. പാപത്തിൽ നിന്ന്, ശാപത്തിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് ഈ ദൈവം വിടുവിക്കും. ഈ ദൈവം
സ്വാതന്ത്ര്യം നൽകും. നമ്മുടെ ഭാരമേറിയ എന്ത് വിഷയമായാലും ഈ യേശു കർത്താവ് ഒരിക്കലും കൈവിടുകയില്ല. നമ്മൾ ആയിരിക്കുന്ന അവസ്ഥയിൽ തന്നെ ദൈവത്തോട് നിലവിളിച്ചാൽ നമ്മുടെ നിലവിളി കേൾക്കുന്ന ദൈവത്തെ പകർന്നു തരിക എന്നതാണ് ഞങ്ങളുടെ ദൗത്യം. ഞങ്ങൾ അനുഭവിക്കുന്ന ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്. അത് യേശുക്രിസ്തുവിലൂടെ ലഭ്യമാണ്. ലോകം നമുക്ക് സമാധാനം തരികയില്ല. പക്ഷേ യേശുക്രിസ്തു നൽകുന്ന സമാധാനം നിലനിൽക്കുന്ന സമാധാനമാണ്. നമുക്ക് സന്തോഷം അനുഭവിപ്പാൻ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളിലേക്ക് നമ്മൾ വ്യാപൃതരായി തീരും. പക്ഷേ ആ സമയം കഴിയുമ്പോൾ നമ്മുടെ സന്തോഷം അവിടെ തീരുകയാണ്. പക്ഷേ യേശു ക്രിസ്തുവിലൂടെ നിലനിൽക്കുന്ന സമാധാനം, നിലനിൽക്കുന്ന സന്തോഷം അനുഭവിക്കുവാനായിട്ട് കഴിയും. യേശു ക്രിസ്തുവിലൂടെ മരണത്തിനപ്പുറമായ ഒരു നിത്യജീവൻ ലഭ്യമാക്കി തീർക്കും. ദൈവത്തിന്റെ വചനം ഇങ്ങനെ പറയുന്നു: തന്റെ ഏകജാതനായ പുത്രനിൽ വിശ്വസിക്കുന്ന ഏവനും നശിച്ചു പോകാതെ നിത്യജീവൻ പ്രാപിക്കേണ്ടതിന് സ്വപുത്രനെ നൽകുവാൻ തക്കവണ്ണം ദൈവം ലോകത്തെ സ്നേഹിച്ചു. ഞങ്ങളെ ഓരോരുത്തരെയും ഈ ദൈവം സ്നേഹിച്ചപ്പോൾ ഞങ്ങൾക്കിത് മറ്റുള്ളവരിലേക്ക് പകരണമെന്ന് ആത്മാർത്ഥമായ ആഗ്രഹം ഉണ്ടായി. സാധാരണഗതിയിൽ നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും വലിയ നന്മ ലഭ്യമായാൽ മറ്റൊരാൾക്ക് വേണ്ട, എനിക്ക് മാത്രം മതിയെന്ന് കരുതുന്നവരാണ് നമ്മിൽ പലരും. പക്ഷേ യേശു ക്രിസ്തുവിലൂടെ അനുഭവിച്ച സ്വാതന്ത്ര്യം ഞങ്ങൾ അനുഭവിക്കുമ്പോൾ ഇത് അനുഭവിക്കാതിരിക്കുന്നവരിലേക്ക് അവരും സന്തോഷം, സമാധാനം, ഈ സ്വാതന്ത്ര്യം അനുഭവിക്കണമെന്ന് വളരെയധികം ആഗ്രഹത്തോടെയാണ് ഞങ്ങൾ നിങ്ങളുടെ മുമ്പാകെ നിൽക്കുന്നത്. ഈ യേശുക്രിസ്തു നൽകുന്ന സാക്ഷാത് സ്വാതന്ത്ര്യത്തിലേക്ക്, സാക്ഷാത് സമാധാനത്തിലേക്ക്, നിലനിൽക്കുന്ന സമാധാനത്തിലേക്ക്, നിലനിൽക്കുന്ന സന്തോഷത്തിലേക്ക് നല്ലവരായ നാട്ടുകാരായ എല്ലാവരെയും ഈ കർത്താവിലേക്ക് വരുവാൻ ആഹ്വാനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ആമേൻ.